റോമിയോ ജൂലിയറ്റ്. രചന സന്ധ്യദാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അന്ന് രാത്രി പൂജയ്ക്ക് ഉറക്കമേ വന്നില്ല. സമയം പുലർച്ചെ 3 മണി. എണീറ്റ് നോക്കുമ്പോൾ തനുവും തേജുവും നല്ല ഉറക്കം. വെളിയിൽ നോക്കിയപ്പോൾ നല്ല മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ എണീറ്റ് കതകു തുറന്ന് വെളിയിൽ പോയി നിന്നു. ഹോസ്റ്റൽ മുഴുവൻ നിശബ്ദം. എവിടെയും ഒരു തുള്ളി വെളിച്ചം പോലുമില്ല. സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു. ഊട്ടിയിലെ കൊടും മഞ്ഞ്, അതിനു പുറമെ നിശബ്ദതയാർന്ന അന്തരീക്ഷം. അവൾ ചുറ്റും കണ്ണോടിച്ചു. പെട്ടെന്നാണ് അവിടെ ഓപ്പോസിറ്റിലൊരു തൂണിന് പുറകിൽ ഒരു രൂപം കണ്ടത്. അതും ഒരാൺ രൂപം. തന്നെ ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടെന്നറിയാൻ അവൾ ചുറ്റുമൊന്ന് പരതി നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ മെല്ലെ നടന്ന് അയാളുടെ അടുത്തെത്തി ചുമലിൽ കൈവച്ചു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. അയാളെ കണ്ടതും അവൾ ഞെട്ടി. താൻ അന്ന് കണ്ട അതേ മുഖം, വിരിഞ്ഞ നെഞ്ചും തോളും, 6 അടിയോളം പൊക്കം, കട്ട താടിയും മീശയും. അവൾക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അവൻ അവളെ കണ്ടതും ആ തൂണിനോട് ചേർത്ത് നിർത്തി. അവൾക്ക് കുതറിമാറണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്തോറും ആ നോട്ടത്തിൽ അവൾ അടിമയായി പോയി. നിന്നെ കാണാതെ എനിക്കിരിക്കാൻ പറ്റുന്നില്ല പെണ്ണെ. ഒരിക്കലേ കണ്ടിട്ടുള്ളൂ എങ്കിലും എന്തുകൊണ്ടോ നിന്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി നിന്നെ. ഇതൊക്കെ കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് പൂജ. ആ കൊടും മഞ്ഞിൽ പോലും അവളുടെ അടുത്തേക്ക് വരുന്ന അവൻ്റെ ശ്വാസം അവളെ ചൂട് പിടിപ്പിച്ചു. അവൻ തൻ്റെ കൂർത്ത മൂക്കുകൊണ്ട് അവളുടെ മൂക്കിൻ്റെ ഇരുഭാഗത്തുമായി പതിയെ തലോടി. അവൾ ഇറുക്കെ കണ്ണടച്ച് നിന്നു. അവൻ്റെ ശ്വാസം വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു. പക്ഷേ ഇത്തവണ അത് തൻ്റെ ആദരങ്ങളെ കവരാനാണെന്ന് അവൾക്ക് മനസ്സിലായി. അബി, ബോൾ റെഡി, എടി ഇങ്ങോട്ട് താ. തേജുവിൻ്റെ ശബ്ദം കേട്ടാണ് പൂജ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റത്. നോക്കുമ്പോൾ പുലർച്ചെ 3 മണി. ഹോസ്റ്റൽ റൂം. ഐ, അവിടെ പോവല്ലേ, ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യ്. ഉറക്കത്തിൽ പോലും ബാസ്കറ്റ് ബോൾ കളിക്കുകയായിരുന്നു നമ്മുടെ തേജു. ഷോ, ഇത്ര നേരം കണ്ട സ്വപ്നമായിരുന്നോ? അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡീ ഡീ ഇങ്ങോട്ട് താ. തേജു ആ ബെഡിൽ കിടന്ന് കുത്തുമറിയുന്നുണ്ട്. പൂജ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ ഒറ്റ ചവിട്ട്. അയ്യോ ശിവനെ! അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ കണ്ടത് മുന്നിൽ എളിച്ചുകൊണ്ട് നിൽക്കുന്ന പൂജയെയാണ്. ഡീ ശവമേ, നിനക്ക് എന്തിന്റെ സൂക്കേടാ? ഷോ, എൻ്റെ ഒരു ഗോള് മിസ്സായില്ലേ? നിനക്കൊരു ഗോള്, എനിക്ക് എൻ്റെ ഒരു കിസ്സരടി മിസ്സായത്. എന്ത് കിസ്സോ? അതിനാരിവിടെ ഉമ്മച്ചു? ഇവിടെയല്ലടി, എൻ്റെ സ്വപ്നത്തില്. ആഹാ, അപ്പൊ നിന്റെ ആ ജിന്നിനെ സ്വപ്നം കാണാൻ തുടങ്ങിയ? ആട്ടെ, എന്താ കണ്ടത്? അവൾ കണ്ടത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. ചേടാ, എനിക്ക് ഏത് നേരത്താണ് ആ ഗോളടിക്കാൻ തോന്നിയത്. ശരി, സാരല്ല. പകല് സ്വപ്നം കണ്ട നടക്കുന്നല്ലേ പറയാറുള്ളത്. മോള് പേടിക്കണ്ട, അയാൾ നിനക്ക് തരേണ്ട സമയത്ത് വന്ന് തന്നോളൂ. ഛേ, എന്ത് വൃത്തിയോടാണ് ഈ പറയുന്നത്? ഓ, അപ്പൊ നീ കണ്ട കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതല്ലേ തെറ്റ്? അവളും അവളുടെ ഒരു ജിന്നും. എൻ്റെ ഉറക്കം കളഞ്ഞപ്പോൾ സമാധാനമായല്ലോ. തേജ് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഉറക്കം മാത്രമാണോ പോയത്? നിന്റെ കത്തിൽ കേട്ട് ഞാൻ എണീറ്റില്ലേ? നീ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ സ്വപ്നത്തിൽ എനിക്ക് കുട്ടിയും മക്കളൊക്കെ ആയേനെ. ആ മതി മതി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ലോകത്തൊന്നും ഞാനില്ലെന്നുള്ള രീതിയിൽ കിടക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പം അവൾ ഉറങ്ങണ്ട. തേജു തനു കിടക്കുന്ന ബെഡിലേക്ക് നോക്കി പറഞ്ഞു. തനുമോളെ, ചേച്ചിമാർ ഉറക്കം എന്താണെന്ന് പഠിപ്പിച്ചു തരാട്ടോ. അവർ രണ്ടുപേരും ശബ്ദം ഉണ്ടാക്കാതെ തനുവിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് പോയി. അവൾ അപ്പോഴും നല്ല ഭരതനാട്യ സ്റ്റൈലിൽ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങിയായിരുന്നു. പൂജ അടുത്തുള്ള മഗ്ഗിലെ വെള്ളമെടുത്ത് അവളുടെ തലവഴി ഒഴിച്ചു. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്നത്തെ സൺഡേ നല്ല പോലെ അടിതടിയും ഉറക്കമൊക്കെയായി അടിപൊളിയായിട്ട് ആഘോഷിച്ചു. പിറ്റേന്ന് എന്നത്തെയും പോലെ ക്യാനയിൽ വന്നിരുന്ന് വായി നോക്കിയായിരുന്നു പൂജയും തേജുവും. തനു റേഡിയോയിൽ കത്തിവെക്കുന്ന തിരക്കിലും. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, അതും പറഞ്ഞ് അവൾ എന്തൊക്കെയോ പിച്ചുമ്പയും പറയാൻ തുടങ്ങി. അന്നത്തെ വിഷസ് മുഴുവൻ തേജുവിനും അബിക്കുള്ളതായിരുന്നു. അതിലെ പലതും കോളേജിലെ കോഴി ഗാങ്സിന് കൊടുത്ത ലവ് ലെറ്റേഴ്സിനും. അന്നു മുതൽ തേജുവിന് കോളേജിലൊരു ഫാൻ ബേസ് തന്നെ വളർന്നു. തനു ഓരോന്നായി വായിക്കാൻ തുടങ്ങി. പക്ഷെ പോത്തിന്റെ കാതിൽ വേദമോതിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും പോലെ നമ്മുടെ തേജവും പൂജയും വായി നോക്കൽ ബിസി ആയതുകൊണ്ട് അതൊക്കെ എവിടെ ശ്രദ്ധിക്കാൻ. ഡി, ആ പയ്യനെ കണ്ടോ? കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ആ മുടി ബ്രൗൺ ഷെയ്ഡ് ഇല്ലായിരുന്നെങ്കിൽ രൺബീർ കപൂറിന്റെ ലുക്ക് വന്നേനെ. പൂജ തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടി, ഒരുമാതിരി വെള്ളപ്പാണ്ട് പിടിച്ച മുഖം, പോരാത്തിന് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച പോലെ ഉണ്ട്. ഛേ, എനിക്കൊന്നും ഇഷ്ടമായില്ല. പെട്ടെന്ന് ആ ചെക്കൻ തിരിഞ്ഞ് തേജുവിനെ നോക്കാൻ തുടങ്ങി. അവൾ ആദ്യം ഒന്ന് അവഗണിച്ചെങ്കിലും അവൻ പിന്നെയും നോക്കിയപ്പോൾ എന്തിനാ വെറുതെ അവനെ നിരാശപ്പെടുത്തുന്ന കരുതി അവളും നല്ല അന്തസ്സായി തിരിച്ചു നോക്കാൻ തുടങ്ങി. തനു, താൻ കൊള്ളാലോ. ഫസ്റ്റ് ഡേ ഇത്രയും നന്നായി ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ദ്രൻ അവൾ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൻ്റെ തനു എന്ന വിളി അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷെ അത് അവൾ മുഖത്ത് കാണിക്കാതെ തന്നെ അവൻ്റെ പ്രശംസ സ്വീകരിച്ചു. ഇതാ നാളെ പാടേണ്ട പാട്ട്.
അവനൊരു പേപ്പർ അവളുടെ കയ്യിൽ കൊടുത്തോണ്ട് പറഞ്ഞു, നിനക്കിതിൻ്റെ ട്യൂൺ അറിയോ? ഇല്ല. എന്നാ വാ. അവൻ അവളെയും കൂട്ടി ഇന്നലെ നിന്ന് ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് എന്തോ അവൻ്റെ കൂടെ അവിടേക്ക് തനിച്ചു പോകുന്നതിൽ ഒരു താല്പര്യക്കുറവ് പോലെ തോന്നി. എന്താ വരുന്നില്ലേ? അവൾ നടന്ന് അവൻ്റെ കൂടെ വരുന്നില്ലെന്നറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, തനിയെ വരാനൊരു മടി. അവൾ മടിച്ച് പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് ചിരിച്ചു. പിന്നെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണും ഇയർഫോൺ എടുത്ത് അവളുടെ അടുത്തേക്ക് പോയി. ആ ഇയർഫോണിൻ്റെ ഒന്ന് അവൻ്റെ കാതിലും മറ്റേത് അവളുടെ കാതിലും വെച്ചു കൊടുത്ത് പാട്ട് പ്ലേ ചെയ്തു. ഇതാ നീ നാളെ പാടേണ്ടത്, കേട്ടല്ലോ? ആ, ഈ ലൈൻ വരുമ്പോൾ നല്ല ഹൈ പിച്ചിൽ വേണം പാടാൻ. ഈ ലൈന് പാടുമ്പോൾ ശ്വാസം വലിക്കുന്ന പോലും അറിയാൻ പറ്റില്ല. ദേ ഇവിടെ വെച്ച് 2 സെക്കൻഡ് നിർത്തിയ ശേഷം വേണം അടുത്ത വരി പാടാൻ. അവനങ്ങനെ ഓരോന്നും അവൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അവൾ ആ പാട്ടിലേക്ക് കണ്ണടച്ച് മുഴുകി കേൾക്കുന്ന അവൻ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ട് നിന്നു. അവളെ കാണുന്തോറും ചുറ്റുമുള്ളതൊക്കെ മറക്കാൻ തുടങ്ങി. ആ സമയം മുഴുവൻ അവർ ക്ലാസിൻ്റെ വെളിയിൽ തന്നെയായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലൂടെ പോയ പലരും അവരെ ശ്രദ്ധിച്ചു. പെൺപിള്ളേരൊക്കെ അസൂയയോടെ ആയിരുന്നു ആ കാഴ്ച കണ്ടത്. പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന രീതിയിലായിരുന്നു ഇന്ദ്രൻ നിന്നത്. താനു കണ്ണു തുറന്നു. ഇന്ദ്രൻ പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ നോർമലായി നിന്നു. പാട്ട് സൂപ്പർ, എന്നാൽ ഞാൻ പോയിക്കോട്ടെ. അവിടെ ആ കൊച്ചുകുട്ടിയെപ്പോലുള്ള സംസാരം പോലും അവനെ അനുരാഗത്തിലേക്ക് കീഴ്പ്പെടുത്തി. പോയിക്കോ, എന്നും ഇതേ സമയത്ത് വേണം ഇവിടെ എത്താൻ. സമയം വൈകരുത്, കേട്ടല്ലോ? ശരി ഇന്ദ്രേട്ടാ. അതും പറഞ്ഞ് അവൾ പോയി. ഓഹ് എൻ്റെ പെണ്ണെ, എന്നിങ്ങനെ കൊല്ലല്ലേ. അവൾ പോകുന്നത് നോക്കി അവൻ പറഞ്ഞു. ഇന്നലെ നടന്ന സ്പോർട്സിൽ സെലക്റ്റായ പിള്ളേരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഓഫീസ് റൂമിലേക്ക് പോയതായിരുന്നു ഹർഷനും ക്രിസ്റ്റിയും. അവിടെ തന്നെ വിഷ്ണു സാർ ഉണ്ടായിരുന്നു. ആ, രണ്ടുപേരും വന്നോ? അതും പറഞ്ഞ് അയാൾ കുറച്ച് സർട്ടിഫിക്കറ്റ് ഹർഷൻ്റെയും ക്രിസ്റ്റിയുടെയും കയ്യിൽ വെച്ച് കൊടുത്തു. ഇന്നലെ കുറേ പിള്ളേർ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോയി. വാങ്ങാത്തവരുടെയാ ഇതൊക്കെ. നിങ്ങളിത് അവരുടെ ക്ലാസ് HODയുടെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ മതി. ശരി സാർ. ദാ അവിടെ നിന്നേ. അവർ പോകാനിറങ്ങിയതും സാർ അവരെ തടഞ്ഞു. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അയാൾ ഹർഷനെ നോക്കിയെന്നായി ചോദിച്ച്. അത് കഴിച്ചു സാർ. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ, നിന്റെ പ്രാക്ടീസിൻ്റെ ഇടയിൽ ഇതും മറന്നോടാ. അല്ല സാർ, അടുത്ത രഞ്ജി ട്രോഫിയിൽ നന്നായിട്ട് പെർഫോം ചെയ്താലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ട് ആവും. അതിൻ്റെ പ്രാക്ടീസിലാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ഊണുറക്കില്ലാതെ ഇങ്ങനെ കിടന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താടാ കാര്യം? ഡാ ക്രിസ്റ്റി, നീ അവൻ്റെ കയ്യിലൊന്ന് വായിച്ചേ. അവൻ കൊണ്ടുകൊടുത്തോളൂ. നീ ആദ്യം പോയി വല്ലതും കഴിച്ചേ. അവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം പലപ്പോഴും വിഷ്ണു സാറിൻ്റെ സ്നേഹം അവൻ്റെ കണ്ണ് നിറയ്ക്കും. ക്രിസ്റ്റിയുമായി വെളിയിലിറങ്ങിയപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. തേജുവിൻ്റെ സർട്ടിഫിക്കറ്റ്. അവൻ വേഗം അത് വാങ്ങി നോക്കി. ഡാ അതിക്ക് താടാ, ഞാൻ കൊണ്ടു കൊടുക്കട്ടെ. ഡാ ഇത് ഞാൻ കൊടുത്തോളാം, ബാക്കിയുള്ള നീ കൊടുത്തോ. അത് വെച്ച് നീ എന്ത് ചെയ്യാനാ? ഒരു ചെറിയ പണിയുണ്ട്. അതും പറഞ്ഞ് അവനത് ബാഗിലാക്കി ക്യാൻറ്റീനിലേക്ക് പോയി. നമ്മുടെ ഹർഷൻ ഇങ്ങനെ ചെയ്ത് തേജുവിനോട് തോന്നിയ മുഴുത്ത പ്രേമം കൊണ്ടൊന്നല്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇന്ദ്രൻ്റെ ഓപ്പോസിറ്റാണ് ഹർഷൻ എന്ന്. ഇന്ദ്രൻ റൊമാൻസിൽ PhD എടുത്തിട്ടുണ്ടെങ്കിൽ ഹർഷൻ അക്കാര്യത്തിൽ LKG പോലും പാസ്സാവാത്ത ആളാണ്. എൻ്റെ ഹർഷനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും വീഴ്ത്താൻ പറ്റില്ല. ഫസ്റ്റ് പീരീഡ് മുഖർജിയുടെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവർ 3 പേരും ക്ലാസ്സിൽ കയറിയില്ല. റേഡിയോ പ്രോഗ്രാം കഴിഞ്ഞതും തനുവും അവരുടെ കൂടെ ക്യാൻറ്റീനിൽ വന്നിരുന്നു. പെട്ടെന്നായിരുന്നു ഹർഷൻ്റെയും ഗ്യാങ്ങിൻ്റെയും വരവ്. ഒരു 8-10 പേരുണ്ടാവും അവരുടെ കൂട്ടത്തിൽ. അവരെ കണ്ടവും ജൂനിയേഴ്സ് സീറ്റ് ഒഴിഞ്ഞെടുത്തു. പലരും എന്തോ കണ്ട് പേടിച്ച പോലെ കഴിച്ച പാതി കഴിക്കാത്ത പാതി എണീറ്റ് പോയി. ദേ വന്നു നിന്റെ ഹിറ്റ്ലർ. ഹർഷനെ കണ്ടതും തനു പറഞ്ഞു. ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എൻ്റെ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. എന്താടി ആൾക്ക് കുഴപ്പം? കാണാൻ നല്ല സുന്ദരനല്ലേ? തനു അവന് വായി നോക്കിയോണ്ട് പറഞ്ഞു. അതെ അതെ സുന്ദരനാ, പക്ഷെ സ്വഭാവം. അല്ല നിനക്കെന്താ അയാളോട് ഇത്രയ്ക്ക് ആരാധന? പിന്നെ ആരാധന ഇല്ലാതിരിക്കോടി. ആള് പുലിയല്ലേ? പുലിയല്ല, പട്ടി, ചൊറിയൻ പട്ടി. അയാൾ മാത്രമല്ല, അയാളുടെ കൂടെയുള്ളവരും. ഒന്ന് പോടി. നോക്ക്, ഒരമ്മ വെറ്റ മക്കളെ പോലെ. അവരുടെ ഗ്യാങ്ങിലെ എല്ലാവരും തന്നെ നല്ല ഹൈറ്റും അതിനനുസരിച്ചുള്ള വെയിറ്റും, പോരാത്തതിന് മുടിഞ്ഞ ഗ്ലാമറും. ഓഹോ, അപ്പൊ കാര്യങ്ങൾ അത്രക്കായോ? എന്നാ എൻ്റെ മോളിൽ ചെന്ന് പറ അയാളോട് ഇഷ്ടമാണെന്ന്. എന്താ പറയാണ്ട് ഞാൻ പോയി പറയും. എന്നാ നീ പറയടി. ഞാൻ പറയുവേ, പോയി പറയടി. ഹർഷേട്ടാ, ദേ ഈ തേജു പറയാ ചേട്ടൻ മീശയില്ലാത്ത ഹിറ്റ്ലറാണെന്ന്. തനു അവനെ നോക്കി ഉറക്കെ പറഞ്ഞു. അത് കേട്ടതും അവിടെയുള്ള എല്ലാവരും ഹർഷനെയും തേജുവിനെയും മാറി മാറി നോക്കി. തേജു ആകെ പെട്ട അവസ്ഥയായി. അവൾക്ക് ഓടി രക്ഷപ്പെടാനും വഴിയില്ല. അവിടെ മൊത്തം അവൻ്റെ ആൾക്കാരും. അവനാണെങ്കിലോ നരസിംഹത്തിൻ്റെ അവതാരം എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നു. എന്താടി നീ പറഞ്ഞേ? അത് ഏട്ടാ ഞാൻ. തേജു തനുവിനെയും പൂജയും നോക്കുമ്പോൾ അവരപ്പോഴും നല്ല അടക്കി ചിരിയായിരുന്നു. ഇതുപോലൊരു പണി എനിക്ക് തന്ന എൻ്റെ ചങ്കത്തികളെ ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. എടി മഹാഭാവി, നിനക്ക് ഏത് സമയത്താ ഇതൊക്കെ പറയാൻ തോന്നിയേ? അല്ലെങ്കിലേ ഇയാൾക്ക് എന്നെ കണ്ട കലിയ. പറയടി, എന്താ നീ പറഞ്ഞേ? അയ്യോ ഏട്ടാ, ഞാൻ അറിയാതെ, സോറി. നിന്നെ കാണുമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. എന്നെയോ? എന്തിനാ ഏട്ടാ? അവളൊരു നിഷ്കുഭാവത്തിൽ ചോദിച്ചു. നാ
അവൻ ആ സർട്ടിഫിക്കറ്റ് അവൾക്ക് നേരെ നീട്ടി. ഹായ്. അവളത് വാങ്ങാൻ പോകുമ്പോഴേക്കും അവനത് മേലോട്ട് പൊക്കി. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഞാൻ നിനക്ക് തരാൻ വിചാരിച്ച, ഇപ്പൊ നീ ഇത് പറഞ്ഞ സ്ഥിതിക്ക് അത്ര പെട്ടെന്നൊന്നും നിന്റെ കയ്യിൽ ഇത് എത്തില്ല. അയ്യോ ഏട്ടാ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം ഇവള് പറഞ്ഞത്. അവൾ പതിവിലും കൂടുതൽ പാവം പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നു മോളെ, നീ കൂടുതൽ അഭിനയിക്കാനും നിൽക്കല്ലേ. ഞാനിത് തരാം, പക്ഷേ അതിനു പകരം നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഇത് നേരത്തെ പറയണ്ടേ? ഏട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതെയോ? ആ. അത് കേട്ടതും അവൻ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു വലിയ ബുക്കെടുത്ത് അവൾ കൊടുത്തു. നാ പിടിക്ക്. എന്താ ഏട്ടാ ഇത്? ഇതിൽ 50ാമത്തെ പേജ് വരെ നാളെ ഒരു A4 ഷീറ്റിൽ എഴുതിക്കൊണ്ട് വരണം. ഞങ്ങളുടെ അസൈൻമെന്റാ. നാളെയാ ലാസ്റ്റ് ഡേറ്റ്. അയ്യോ. എന്തയ്യോ? മര്യാദക്ക് എഴുതിക്കൊണ്ട് വന്നോ? അപ്പൊ നീ ഇത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അതും പറഞ്ഞ് അവൻ ആ സർട്ടിഫിക്കറ്റ് വിഷറി പോലെ വീശിക്കൊണ്ട് അവിടുന്ന് പോയി. ഡി, ഇപ്പൊ സമാധാനമായല്ലോ. അവൾ തനുവിനോട് കടിച്ചീറാൻ പോയി. ഡി, അയാൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ അറിഞ്ഞു. സാരല്ല മോളെ, അയാൾ വീഴ്ത്തിയുള്ള പലിശയാണെന്ന് കൂട്ടിക്കോ. വേറെ വഴിയില്ലാത്ത കാരണം അന്ന് അവൾ ഉറക്കമൊഴിച്ചിരുന്ന് അത് മുഴുവൻ എഴുതി കൊടുത്തു. പക്ഷെ നമ്മുടെ ഹർഷേനുണ്ട് വിടുന്നു. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ തേജുവിനോട് അവന്റെ സകല അസൈൻമെന്റ്സും എഴുതാൻ വെച്ചു. അവളും തന്നാലാവുന്ന രീതിയിൽ പല പ്ലാനും ചെയ്ത് അവന്റെ കയ്യിൽ നിന്നും ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നോക്കി. പക്ഷേ ആ പ്ലാനൊക്കെ 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല, അവന്റെ കയ്യിൽ നിന്നും തുടർച്ചയായി പണികൾ കിട്ടിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ തനുവും ഇന്ദ്രനെ ഇടയ്ക്കിടെ വായി നോക്കാൻ തുടങ്ങി. പക്ഷേ അത് ഇന്ദ്രനെ അറിയില്ല കേട്ടോ. അങ്ങനെ ഹർഷന്റെ കയ്യിൽ നിന്ന് പണികൾ കിട്ടി. അവന് തിരിച്ച് എന്ത് പണിയെടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് വൈകുന്നേരം ലൈബ്രറിയിലേക്ക് വരുമ്പോഴായിരുന്നു അവൾ ആ കാഴ്ച കണ്ടത്. ലൈബ്രറിയുടെ മുന്നിൽ അമുത മിസ്സുമായി ഹർഷൻ സംസാരിക്കുന്നു. ടീച്ചറെ കണ്ടപ്പോൾ തന്നെ കാക്ക കാക്ക സിനിമയിലെ ജ്യോതിയെ ഓർമ്മ വന്നു. ആള് സുന്ദരിയാ. പുള്ളിക്കാരി ഭയങ്കര ദേഷ്യപ്പെട്ട് ഹർഷനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. പക്ഷേ ഹർഷൻ ചിരിച്ചുകൊണ്ട് അതൊക്കെ കേട്ടു നിൽക്കുന്നു. അപ്പോഴാണ് തേജുവിന്റെ കുരുട്ട് ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നിയത്. തേജു, ഇതാണ് പറ്റിയ സമയം. ആ ഹിറ്റ്ലറിനിട്ടൊരു പണിയെടുക്കാൻ നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കുക തേജു. ഡാ ഹിറ്റ്ലറെ, നീ ടീച്ചറോട് പഞ്ചാര അടിച്ച് നിൽക്കുക അല്ലേ? ഈ പഞ്ചാര ഞാൻ പടക്കമാക്കി തരാടാ. അതും പറഞ്ഞ് അവൾ അവരുടെ അടുത്തേക്ക് പോയി. അവളുടെ ആ വളിഞ്ഞ ചിരിയുമായിട്ടുള്ള വരവ് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കാനുള്ള വരവാണെന്ന്. ഈശ്വര, ഇനി ഇവളെങ്ങാനും മിസ്സിന്റെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞ് എന്നെ നാണം കെടുത്തുവോ? അവളുടെ ഭാവം കണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു. ഹർഷേട്ടാ. അവൾ കുണുങ്ങി അവൻ്റെ അടുത്തേക്ക് പോയി. അത് കണ്ടതും ടീച്ചർ അവർ രണ്ടുപേരെയും മാറി മാറി ചോദ്യഭാഗത്തിൽ നോക്കി. ഞാൻ എത്ര നേരമായിന്നറിയോ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു? ഈശ്വര, ഇവളിത് എന്ത് ഭാവിച്ച? എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? അവന്റെ ഫ്യൂസ് പോയ പോലുള്ള നിൽപ്പ് കണ്ട് അവൾ ചോദിച്ചു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഇതെന്ത് ചോദ്യം ഹർഷേട്ടാ? ദേ ഈ നോട്ട്സ് ഒന്നും വേണ്ടേ? കർത്താവേ, ഞാൻ പെട്ടു. അതൊക്കെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം, നീ ഒന്ന് പോയി. ഹർഷ, യാരിന്ത പൊണ്ണ്? അത് വന്ന്. ഹലോ മിസ്, ഞാൻ തേജസ്വിനി, ഹർഷാവുടെ മാമാ പൊണ്ണ്. എന്ത് മാമന്റെ മോളോ? ഡി, അവൻ അവളുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു പോയി. പാറുങ്ക മിസ്, നീ കേൾക്കുമ്പോ തന്നെ അടിക്ക് വെറുതെ പാത്തില്ല. ഹർഷ, നീ സുമ്മായിര്. ആമ തേജസ്വിനി, നീ എതുക്ക് പൊങ്ക വന്നേ? നൈറ്റ് ഇവനോട് തൊല്ല താങ്ക മുടിയല മിസ്. ഇത് കേട്ടതും അവന്റെ സകലമാന കിളികളും ഈ ഊട്ടി വിട്ടെന്നെ പറന്നുപോയി. എന്ത് നൈറ്റോ? ഇവൾ എന്തുദ്ദേശിച്ചിട്ട് ഇതൊക്കെ പറയുന്നത്? ഇത് കേട്ടതും മിസ് അവനെന്ന് അർത്ഥം മിസ് നോക്കി. അവൻ അങ്ങനെയൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ മിസ്സിനെ നോക്കി ആംഗ്യം കാണിച്ചു. ഇവ എന്നെ പണ്ണേ? മിസ് അവനും ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. എപ്പോൾ பார்த்தால் നോട്ട്സ് ചെയ്ത് சொல்லி മറട്ടുങ്ങോ മിസ്. രാത്രി കൂടെ ഫോൺ പണി നോട്ട്സ് എല്ലാം എഴുതി മുടിച്ചിട്ടേന്ന് കേട്ട് അടിക്കടി കോൾ പണ്ടത്. ഞാൻ കോൾ അറ്റൻഡ് பண்ணலன்னா காலேஜுக்கு வந்து எல்லாரும் முன்னாடியும் அடிக்கிறது. என் ஸ்போர்ட்ஸ் சர்டிஃபிகேட் கூட தராம ബ്ലാക്ക്മെയിൽ പണ്ടത്. ഹീ സോ ഇറിറ്റേറ്റിംഗ് മിസ്. ഇതൊക്കെ കേട്ട് ഇനി പോവാനുള്ള കിളികൾ വല്ലതും ബാക്കിയുണ്ടെന്ന് അന്വേഷിച്ചിരിക്കണം. ഹർഷ, വാട്ട് ഈസ് ദിസ്? റാഗിങ് പ്രൊഹിബിറ്റഡ് എന്ന് തെറിയില്ല ഉനക്ക്? ഇത് കേട്ടതും മിസ്സിന്റെ പുറകെ നിന്ന് അവൾ ഹർഷനെ നോക്കി കോക്കറി കാണിച്ചു. മിസ്, ഇവ പോയി சொல்றீங்க. ഹർഷ, ഞാൻ കേൾക്കുന്നതുക്ക് മട്ടും മതിൽ சொல்லு. കേളുങ്ക മിസ്. അവൻ കൈ കിട്ടുന്നുണ്ട് ചോദിച്ചു. ഇവ സർട്ടിഫിക്കറ്റ് ഓങ്കിട്ട് ഇരിക്കാനില്ല. അവനതിന് ഒന്നും പറയാ തലയും താഴ്ത്തി നിന്നു. சொல்லு ഹർഷ. ആമാ മിസ്, എങ്കിട്ടതാ ഇരിക്ക്. ആനാ ഇപ്പൊ എങ്കിട്ടല്ലേ, ഞാൻ അത് ഹോസ്റ്റലിൽ മറന്നു വെച്ചിട്ട്. തേജസ്വിനി, നാളെ ദാ ഉങ്കിട്ട് കൊടുക്കലേന്നാ എങ്കിട്ട് വന്ന് சொல்லு, சரியா? ഓക്കെ മിസ്. ഇന്നേക്ക് ഉനക്ക് ഏതാച്ചും ഹോംവർക്ക് ഇരിക്കാ? ആമാ മിസ്. അത് ഇട്. ഇതൊക്കെ കണ്ട് പണി വരാൻ പോകുന്ന വഴിയറിയാതെ അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. അവളത് എടുത്തു. മിസ് അത് വാങ്ങി അവന്റെ കയ്യിൽ കൊടുത്തു. ദിസ് ഈസ് യുവർ പണിഷ്മെന്റ്. യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് ഹോംവർക്ക് ടുമോറോ ഇറ്റ് സെൽഫ്. പ്ലാൻ സെൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു അവന് കിട്ടിയ ഹോംവർക്ക്.
ഇതുവരെ മെഷീനിന്റെ ചിത്രം പോലും നേരാവണ്ണം വരയ്ക്കാൻ അറിയാത്ത അവൻ ആ ബുക്ക് കണ്ടു തന്നെ നമ്മുടെ ചിട്ടി റോബോനെ പോലെ അതിനെ തലങ്ങും വിലങ്ങും മറിച്ചു നോക്കി. മിസ്സിന് ഇംപ്രസ് ചെയ്യാനായി മാത്സിലെ കുറച്ച് ഫോർമുലാസും പഠിച്ചു വെച്ച മുഴുവൻ ആ ബുക്ക് കണ്ടതോടുകൂടി തലയിൽ നിന്ന് ശൂന്യമായി. അവളപ്പോഴും അവനെ നോക്കി നാക്ക് പുറത്തേക്കിട്ട് കാണിച്ച് കണ്ണടച്ചു. അവനാണെങ്കിലോ ചോറി ഊറ്റി കുടിക്കുന്ന ഭാവത്തോടെ അവൾ നോക്കി. ഓക്കെ തേജസ്വിനി, ഐ ഹാവ് ടു ഗോ. ഇവ ഒന്നെ ഏതാച്ചും സ്വന്നാ എങ്കിട്ട് വന്ന് സൊൽ. ഓക്കെ മിസ്. അവൾ അവനെ നോക്കി ഒരു വിജയശീലിയോടെ പറഞ്ഞു. മിസ് പോവാനൊരുങ്ങിയതും പിന്നെയും തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ വന്നു. ഞാനൊന്ന് സ്വന്നാ തപ്പാ നിനക്ക് കൂടാതെ എന്ന് മിസ് ഹർഷിൻ്റെ ഒരു സംശയത്തോട് ചോദിച്ചു. ഹർഷ, ഓ മാമ പൊണ്ണ് ரொம்ப അഴകായിരിക്കടാ, ഉനക്ക് പൊരുത്തமான പൊണ്ണുതാ. ഷോർട്ട് ഗേൾ ആൻഡ് ടോൾ ബോയ്, ഓൾവേസ് ബീൻ എ ക്യൂട്ട് പെയർ. ടീച്ചർ അവരെ നോക്കി സൂപ്പർന്ന് കാണിച്ച് അവിടുന്ന് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.